നമുക്കിപ്പം ടി ജിസ്മോനുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM-ന്റെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ സപ്ലൈകോയിലെ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം CPM-ന്റെ പ്രതിനിധികളെ തരില്ല എന്ന് AKG സെക്രട്ടറി അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് CPI-യുമായി നമ്മൾ ബന്ധപ്പെടുകയും AYF-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ ടി ജിസ്മോനെ ഈ ചർച്ചയിൽ അതിഥിയായി പങ്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ടി ജിസ്മോൻ. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, ഈ സപ്ലൈകോ ഇനി എന്തിനാണ് ജനങ്ങൾക്ക് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ചുവന്ന മുളകിന് ഇരട്ടിയോളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്രയും റിസ്കിയായ, ഇത്രയും അപകടം പിടിച്ച ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ ടി ജിസ്മോൻ? മന്ത്രി തന്നെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞ വാക്കുകൾ, അതുമായി ബന്ധപ്പെട്ട് ഡിജോ കാപ്പൻ വസ്തുതാപരമായിട്ട് അല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ശ്രീ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പൊതുവിപണിയിൽ വളരെ ശക്തമായി, പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. അവശ്യ സാധനങ്ങൾ വേണ്ടി വന്ന ക്രിസ്മസിന്റെ കാലത്ത് 13 സാധനങ്ങളിൽ 7 ഇനം സാധനങ്ങളും കേരളത്തിലെ പല സപ്ലൈകോ സ്റ്റോറുകളിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിപണി വില വർദ്ധിക്കുമ്പോൾ ഈ സപ്ലൈകോ സ്റ്റോറുകൾ ഒഴിച്ചിടുന്നതാണോ ഈ വിപണിയിൽ ഇടപെടുന്ന പരിപാടി? ശ്രീ അരുൺകുമാർ, അത് തെറ്റായ വാദമാണ്. ഞാനതിനകത്ത് ഈ ഓണക്കാലത്ത് ഈ സപ്ലൈകോയുടെ വില വർധനവിനെ കുറിച്ച് ചാനലുകൾ ചില ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അന്ന് പങ്കെടുത്ത ചാനൽ ചർച്ചകൾക്കകത്തും അതിന്റെ കൃത്യമായ കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, 13 ഇനം സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചത് 2016 LDF-ന്റെ പ്രകടന പത്രികയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 2021 നടന്ന തെരഞ്ഞെടുപ്പിലും LDF സർക്കാർ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, പ്രകടന പത്രികകളോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കാരണം ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലാകെയുള്ള റേഷൻ കാർഡ് ഉടമകൾ 94 ലക്ഷം കാർഡ് ഉടമകളുണ്ട്. പക്ഷെ നമ്മുടെ സബ്സിഡി സാധനങ്ങൾ വില വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച 2016 മുൻപ് വരെയും കേരളത്തിൽ സാധനങ്ങൾ വാങ്ങിയിരുന്ന റേഷൻ കാർഡ് ഉടമകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 24 ലക്ഷം 25 ലക്ഷത്തോളം കാർഡ് ഉടമകളാണ് സാധനങ്ങൾ, സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ തോതിൽ കേരളത്തിലെ ജനങ്ങൾ ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസിനെ ആശ്രയിക്കുന്ന, മാവേലി സ്റ്റോറുകളെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 45 ലക്ഷത്തോളം കാർഡ് ഉടമകൾ സിവിൽ സപ്ലൈസിനെ ആശ്രയിക്കുകയും മാവേലി സ്റ്റോറുകൾ വഴി സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. 425 കോടി രൂപയാണ് പ്രതിവർഷം സിവിൽ സപ്ലൈസിന് സബ്സിഡി ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തുകയാണ് എന്ന് പറയരുതും. കാരണം ഒരു മാസം 35 കോടി മുതൽ 40 കോടി രൂപ വരെ സിവിൽ സപ്ലൈസിന് ആ രീതിയിൽ സബ്സിഡി കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു വർഷം ഈ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ കേരളത്തിലെ പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി, വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി കേരളത്തിലെ സിവിൽ സപ്ലൈസ് വഴി സബ്സിഡി കൊടുത്ത ഇനത്തിൽ ഈ സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം 425 കോടി രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും തുക നമ്മുടെ പൊതുവിതരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കേരളമല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇത്തരത്തിൽ ഈ പൊതുവിപണിയിൽ ഇത്തരം 1663 ഔട്ട്ലെറ്റുകളുണ്ട്, മാവേലി സ്റ്റോറുകളുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾ 94 ലക്ഷം കാർഡ് ഉടമകളുണ്ട്. ഇത് കൂടാതെ കൺസ്യൂമർ ഫെഡ് വഴി ഏകദേശം 200-ലധികം വരുന്ന സ്റ്റാളുകളുണ്ട്. അപ്പൊ ഈ സ്റ്റാളുകളിലൂടെ സബ്സിഡി നിരക്കിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ഏറ്റവും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾക്കെതിരായി വളരെ ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സിവിൽ സപ്ലൈസിനെ ഉൾപ്പെടെ സഹായിക്കേണ്ട, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കേണ്ട
തുക ഉൾപ്പെടെ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 1,80,000 കോടി രൂപയോളം കിട്ടാനുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ഗൗരവമായ ചർച്ചകൾ അതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാവേലി സ്റ്റോറിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ കേരളത്തെ സാമ്പത്തികമായി വലിയ തോതിൽ 45 ലക്ഷം റേഷൻ ഉടമകളാണ് ഈ സപ്ലൈകോയെ ആശ്രയിക്കുന്നത് അവശ്യവസ്തുക്കൾക്ക് വേണ്ടി. ആ അവശ്യവസ്തുക്കൾക്ക് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലുണ്ട്, ഞങ്ങളുടെ കൺമുന്നിലുണ്ട്. ജിസ്മോന്റെ വീട്ടിന് തൊട്ടടുത്ത് സപ്ലൈകോയിൽ ഈ 13 സബ്സിഡി സാധനങ്ങൾ എത്ര എണ്ണമുണ്ട് ജിസ്മോന് പറയാൻ കഴിയുമോ? ജിസ്മോന്റെ വീടിന് തൊട്ടടുത്തുള്ള സപ്ലൈകോയിൽ ഇന്ന് പോയാൽ ഇപ്പൊ പോയാൽ ആ സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളിൽ എല്ലാ സബ്സിഡി സാധനങ്ങളും അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, സിവിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി കത്തെഴുതുന്ന സാഹചര്യം ഉണ്ടായി. കാരണം സപ്ലൈകോയെ നിലനിർത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ സപ്ലൈകോ നിലനിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും ഇതിന്റെ സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടെ നൽകേണ്ട തുക നൽകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നില്ല. പക്ഷേ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ സാമ്പത്തികമായി ഒരുപക്ഷെ സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി വീട്ടുന്നതിന് കേന്ദ്രവിഹിതം ഇനി എത്ര കിട്ടാനുണ്ട്? ശരാശരി ഒരു വർഷം 450 കോടി രൂപയ്ക്കടുത്ത് സപ്ലൈകോ ഈ സബ്സിഡി സാധനങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നു എന്നതാണല്ലോ കണക്ക്. ഇതിൽ കേന്ദ്രത്തിൻ്റെതായിട്ട് ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ? നെല്ല് സംഭരണത്തിനുള്ള തുക കേന്ദ്രം നൽകി കഴിഞ്ഞു. അപ്പോൾ ആ പണത്തിലും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പട്ടിണിയായതുകൊണ്ടാണ് കൊടുക്കാത്തത്. അല്ല അരുൺകുമാർ അതാണ് നിങ്ങൾ പറയുന്നത്. ഇതിന് ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുതും. ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സബ്സിഡിയെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. എവിടെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്? 13 സാധനങ്ങൾക്ക് ഈ 26 മുതൽ 55% വരെ സബ്സിഡി നിരക്കിൽ കേരളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 8 വർഷമായി. കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശവുമില്ല. കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും വില കുറച്ച് കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശവുമില്ല. ഇത് കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പദ്ധതി എന്ന നിലയിൽ കേന്ദ്രം നൽകുന്ന തുക കൊണ്ട് മാത്രം ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ 10-1 പോലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ സൂചിപ്പിക്കുകയുണ്ടായി, നെല്ലിന്റെ സംഭരണ വിലയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും 760 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. അവിടെയും കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത ഒരു സമീപനമുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് എടുത്തത് കാരണം നമുക്കറിയാം, PRS വായ്പകളായി കൊടുക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നിരവധി ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. നെല്ലിന്റെ സംഭരണം, അതായത് NFSA ആക്ട് കേരളത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരുടെ കയ്യിൽ നിന്ന് നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട്, LDFന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ നെല്ല് സംഭരിച്ചാൽ ഉടൻ തന്നെ കർഷകർക്ക് പണം കൊടുക്കണം. കാരണം അവർക്ക് രണ്ടാം കൃഷി നടത്തേണ്ടതാണ്. അപ്പൊ രണ്ടാം കൃഷി നടത്തണമെങ്കിൽ അവർക്ക് പണം കൊടുക്കണം. പക്ഷേ കേന്ദ്രത്തിന്റെ നിയമം എങ്ങനെയാണ്? ഈ നെല്ല് സിവിൽ സപ്ലൈസ് സംഭരിച്ചതിന് ശേഷം ഇത് മില്ലുകളിൽ കൊണ്ടുപോയി കുത്തി അത് അരിയാക്കി റേഷൻ കടകളിൽ കൊണ്ടുവന്ന് പഞ്ചിങ് നടപടി പ്രകാരങ്ങൾ പൂർത്തീകരിച്ച് ഇത് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടായി അയച്ചു കഴിഞ്ഞതിന് ശേഷം 7-8 മാസങ്ങൾ കഴിയുമ്പോഴാണ് കർഷകർക്ക് പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇത്രയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സതുദ്ദേശപരമായ നിലപാടെടുത്തുകൊണ്ടാണ് PRS വായ്പകളിലൂടെ ഈ ഇവർക്ക് കർഷകർക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചത്.